നാളെ നീറ്റ് എക്സാമിനേഷനാണ്. ഈ ഒരൊറ്റ പരീക്ഷയ്ക്ക് വേണ്ടി, ഈ ഒരൊറ്റ ദിവസത്തിനു വേണ്ടി ഒരു വർഷം മുഴുവൻ നീക്കിവെച്ച കുഞ്ഞുങ്ങൾ നാളെ പരീക്ഷാ ഹാളിലെത്തും. ഒരു വർഷം എന്നത് ചിലരുടെ കാര്യത്തിൽ മാത്രമുള്ള കണക്കാണ്. 1, 2, 3 വട്ടമൊക്കെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി കിട്ടാതെ പോയ കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ വർഷങ്ങളുടെ, അവർ ചെലവിട്ട രാപ്പകലുകളുടെ കണക്കുകൾ അത്ര എളുപ്പം എനിക്ക് പറയാനൊക്കില്ല. കുട്ടിക്കാലം മുതൽ കണ്ട ഒരു സ്വപ്നത്തിനു പിന്നാലെ നടത്തിയ വല്ലാത്തൊരു യാത്രയുടെ അവസാനമാണ് ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം. നാളെ അവരെ സ്വീകരിക്കാൻ പരീക്ഷാ ഹാളിലുണ്ടാവുക നിങ്ങളാണ്. പറഞ്ഞു വരുന്നത് NDAയുടെ പരീക്ഷാ നടത്തിപ്പുകാരോടാണ്, ഇൻവിജിലേറ്റേഴ്സിനോടാണ്. മുൻകാലങ്ങളിൽ നിങ്ങൾ ഈ പരീക്ഷ നടത്തിയ അനുഭവം രാജ്യത്തിന് മുമ്പിൽ അത്ര നല്ലതല്ല. അതുകൊണ്ടാണ് അല്പം നേരത്തെ വന്ന് നിങ്ങളോടിത് പറയാം എന്ന് വിചാരിക്കുന്നത്. നാളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പരീക്ഷാ ഹാളിൽ എതിരേൽക്കുക നിങ്ങളാണ്. സ്വപ്നങ്ങളുടെ ഭാരവുമായി എക്സാം ഹാളിലേക്ക് കിതച്ചെത്തുന്ന കുഞ്ഞുങ്ങളാണവർ. അവരനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളുടെ ആഴം ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അത്രയേറെ അസ്വസ്ഥതകളും പേറി പരീക്ഷാ ഹാളിലേക്ക് നടന്നു വരുന്ന കുഞ്ഞുങ്ങളോടാണ് പലപ്പോഴും ഡ്രസ് കോഡിൻ്റെ ന്യായം പറഞ്ഞ് അവരുടെ കുപ്പായത്തിൻ്റെ കൈ കത്തികൊണ്ട് മുറിച്ചു മാറ്റുകയും എന്തിന് കുപ്പായം അഴിച്ചു മാറ്റാൻ വരെ ആൾക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച് പറഞ്ഞ് അവരെ പീഡിപ്പിച്ച് പരീക്ഷാ ഹാളിലേക്ക് പറഞ്ഞയക്കുകയും നിങ്ങൾ ചെയ്തിട്ടുള്ളത്. സാങ്കേതികമായ ന്യായം ഒരുപക്ഷെ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. NDA കൃത്യമായ ഡ്രസ് കോഡ് അവരോട് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് വരാൻ അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. പലപ്പോഴും അതിൻ്റെ ബോധവൽക്കരണം സമൂഹമണ്ഡലത്തിൽ നടന്നിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടാവും. ഞങ്ങളുൾപ്പെടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളെല്ലാം ഞങ്ങളുടെ ഡിജിറ്റൽ മാധ്യമങ്ങളിൽ അത്തരം പ്രചാരണങ്ങൾ മുൻകൂട്ടി നടത്തിയിട്ടുണ്ട്. ശരിയാണത്. പക്ഷേ ഈ ഡിജിറ്റൽ സാക്ഷരത ഇന്ത്യയിൽ എത്ര ഗ്രാമങ്ങളിലുണ്ട് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇന്ത്യയിൽ എത്ര ഗ്രാമങ്ങളിൽ വൈഫൈ ഉണ്ട് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? കറണ്ട് പോലുമില്ലാത്ത ഒരുപാട് ഗ്രാമങ്ങളുള്ള രാജ്യത്തിലാണ് നിങ്ങൾ ഈ പരീക്ഷ നടത്തുന്നത്. 1/4 കോടിയോളം വരുന്ന കുഞ്ഞുങ്ങളാണ് ചരിത്രത്തിൽ ആദ്യമായി നാളെ നീറ്റ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്നത്. അതിലെത്ര പേർ ഈ വീഡിയോ കണ്ട് ആയിരക്കണക്കിന് പേജുകൾ വരുന്ന NTA പ്രോസ്പെക്ടസ് മറിച്ച് നോക്കി അതിലുള്ള ഡ്രസ് കോഡിൽ നിന്ന് വായിച്ചു പഠിച്ച് അതനുസരിച്ച് പരീക്ഷാ ഹാളിലേക്ക് വരും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഈ പ്രചാരണങ്ങളൊന്നും എത്താത്ത ഗ്രാമങ്ങളിൽ നിന്ന്, ഇന്നോളം വികസിക്കാത്ത ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങളവരെ കണ്ടതാണ്, ഞങ്ങളവരെ പഠിപ്പിച്ചതാണ്. അവരുടെ ഇല്ലായ്മകളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ആ ബോധ്യത്തോടു കൂടെ തന്നെയാവണം നിങ്ങളവരെ അഡ്രസ്സ് ചെയ്യേണ്ടത്. വരുന്നത് നിങ്ങളുടെ പരീക്ഷാ സെൻറ്ററുകൾ തകർക്കാൻ വരുന്ന തീവ്രവാദികളല്ല എന്ന ബോധ്യം, കുട്ടികളാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവേണ്ടതുണ്ട്. ഒരു PSC പരീക്ഷയോ ഒരു സിവിൽ സർവീസ് എക്സാമിനേഷനോ നടത്തുന്നത് പോലെ എൻട്രൻസ് എക്സാമിനേഷനെ കാണരുത്. മുതിർന്നവർ എഴുതാൻ വരുന്ന പരീക്ഷകളല്ല ഇത്. കുട്ടികൾ എഴുതാൻ വരുന്ന പരീക്ഷകളാണ്. കുട്ടികളോട് സംസാരിക്കുന്ന ഭാഷയിൽ ജാഗ്രത വേണം. ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് അവരെ അപമാനിച്ച് പരീക്ഷാ ഹാളിലേക്ക് വിട്ടാൽ പരീക്ഷാ ഹാളിൽ അവരേതു മാനസികാവസ്ഥയിലിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ആ മാനസികാവസ്ഥ ജീവിതത്തിൽ എത്ര കാലം വരെ ട്രോമയായി അവരിൽ അവശേഷിക്കുമെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടോ? ആ ബോധ്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ, നിങ്ങളുടെ കുട്ടിയാണ് പരീക്ഷാ ഹാളിലേക്ക് വരുന്നത് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ മാത്രമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നാളെ ഭംഗിയിൽ പരീക്ഷ എഴുതാൻ കഴിയൂ. ദയവായി അവരെ പീഡിപ്പിക്കരുത്. പലവട്ടം എക്സാം എഴുതുന്നതിനിടയിൽ വന്ന് ഞങ്ങളുടെ എക്സാമിനേഴ്സ് ഞങ്ങളെ വീഡിയോയിൽ പകർത്തുന്നു. പലവട്ടം ഞങ്ങളോട് വന്ന് ഒപ്പിടാൻ പറയുന്നു. ഞങ്ങളുടെ സമയത്തിൻ്റെ വില അവർ മനസ്സിലാക്കുന്നില്ല എന്ന് സങ്കടത്തോടെ പറഞ്ഞ കുഞ്ഞുങ്ങളെ എനിക്കറിയാം. 2-3 മിനിറ്റ് മുമ്പേ OMR ഷീറ്റ് കുട്ടികളിൽ നിന്ന് വാങ്ങിപ്പോയ എക്സാമിനേഴ്സിനെ എനിക്കറിയാം. പറയാൻ അവർക്കുണ്ടായിരുന്ന ന്യായം, തൊട്ടപ്പുറത്തെ പരീക്ഷാ ഹാളിൽ OMR ഷീറ്റ് വാങ്ങി തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ, അതിൻ്റെ ക്യാമറ വിഷ്വൽ ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാണ് അവരിൽ പലരും ആ പേപ്പർ വാങ്ങിക്കൊണ്ടുപോയിട്ടുള്ളത്. 3 മിനിറ്റ് എന്നത് 12 മാർക്കിനുള്ള ഉത്തരമെഴുതാൻ ഒരു കുട്ടിക്കുള്ള സമയമാണ്. 1 മിനിറ്റാണ് ഒരു ചോദ്യത്തിന് ഉത്തരമെഴുതാൻ ഒരു കുട്ടി എടുക്കുന്ന ഏറ്റവും കുറഞ്ഞ സമയം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ 3 മിനിറ്റ് 3 ചോദ്യങ്ങളുടെ സമയമാണ്. 3 ചോദ്യങ്ങൾ എന്നാൽ 12 മാർക്കാണ്. ആ 12 മാർക്കിന് അവരുടെ ആയുസ്സിൻ്റെ വിലയുണ്ട്. അവരുടെ ആയുസ്സിൻ്റെ വിലയുള്ള പേപ്പറും വാങ്ങിയാണ്, അവരിൽ നിന്ന് പിടിച്ചെടുത്താണ്
നിങ്ങൾ പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്ന ജാഗ്രത ഈ പരീക്ഷ നടക്കുമ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. നിരന്തരമായി കുട്ടികളെ വന്ന് ഏതു സുരക്ഷാ പ്രശ്നത്തിൻ്റെ പേരിലാണ് നിങ്ങൾ ക്യാമറയിൽ പകർത്താൻ ശ്രമിക്കുന്നതെങ്കിലും ആ പകർത്താൻ ശ്രമിക്കലുകൾ അവരിലുണ്ടാക്കുന്ന അസ്വസ്ഥതകളെ, അവരിലുണ്ടാക്കുന്ന ഇൻസെക്യൂരിറ്റികളെ നിങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാവണം. ആ ഇൻസെക്യൂരിറ്റികളുടെ മുൾമുനയിലിരുന്ന് അവർക്ക് ഭംഗിയിൽ ഈ പരീക്ഷ എഴുതാൻ കഴിയില്ല. ഭംഗിയിൽ പരീക്ഷ എഴുതാൻ കഴിയുന്നൊരു സാഹചര്യം എനിക്കുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചാണ് ഈ കുഞ്ഞുങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് നടക്കുന്നത്. ആ പ്രാർത്ഥന പോലും വലിയ ഭാരമാണ്. ആ ഭാരം പോലും, ആ ഭാരത്തിൻ്റെ പോറൽ പോലും ഈ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കാൻ ദയവായി നിങ്ങൾ തയ്യാറാവരുത്. അങ്ങേയറ്റം പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ സ്വീകരിക്കണം. അവരെ പരീക്ഷാ ഹാളിൽ കൊണ്ടുപോയി ഇരുത്തി ഒട്ടും ടെൻഷൻഡ് ആവേണ്ട, ഞങ്ങളെല്ലാം നിങ്ങൾക്കൊപ്പമുണ്ട്, ഗംഭീരമായി നിങ്ങൾ ഈ പരീക്ഷ എഴുതണം, എല്ലാവർക്കും അതിഗംഭീരമായ വിജയം ആശംസിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ സ്വീകരിച്ചിരുത്തി പരീക്ഷ എഴുതിക്കുന്ന ഒരു ഇൻവിജിലേറ്റർ ഉണ്ടല്ലോ, ആ ഇൻവിജിലേറ്റർ ആയിരിക്കും അവരവരുടെ ജീവിതകാലത്തിലുടനീളം കണ്ടതിലെ അവരുടെ കണ്ട ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാനീ പറയുന്ന ഭാഷ മനസ്സിലാവുന്ന കേരളത്തിലെ മുഴുവൻ ഇൻവിജിലേറ്റേഴ്സിനോടും കേരളത്തിലെ മുഴുവൻ പരീക്ഷാ നടത്തിപ്പുകാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കരയിക്കരുത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ആത്മാർത്ഥമായി ചേർത്ത് നിർത്തി പരീക്ഷ എഴുതിക്കണം. അവരുടെ പൊട്ടൻഷ്യലിനെ അവർക്ക് എക്സാമിനേഷൻ ഹാളിൽ മാക്സിമം പുറത്തെടുക്കാനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖം എക്കാലവും അവരുടെ ഉള്ളിൽ മനോഹരമായൊരു ചിത്രമായി ഉണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ ആയുസ്സിലുടനീളം ചെയ്തതിൽ ഏറ്റവും ഗംഭീരമായ പ്രവൃത്തി അതായിരിക്കും. ആ പ്രവൃത്തി നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആത്മാർത്ഥമായി ചേർത്ത് പിടിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ച് നിർത്തുന്നു. താങ്ക് യു.